ഹായ് ഹലോ. ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി വർത്താനം പറഞ്ഞിങ്ങനെ കിടക്കുന്ന സമയത്താണ് കേട്ടോ മന്തി ഇനം പൂതി വന്നത്. അപ്പം ഞാൻ ചോദിച്ചു നമുക്കിന്ന് മന്തി കഴിക്കാൻ പോയാലോ എന്ന്. അപ്പോൾ എല്ലാവരും ഓക്കെ പോവാന്ന് പറഞ്ഞു. അപ്പം തന്നെ മാറ്റി ഞങ്ങളിത് ഇറങ്ങുകയാണ് കേട്ടോ. എവിടേക്കാ പോണേ? എന്ത് ബിരിയാണി? അങ്ങനെ നമ്മൾ ആദ്യം ചെന്നത് പെട്രോൾ പമ്പിലേക്കാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പെട്രോൾ അടിച്ച് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ പോവാണ്. അങ്ങനെ പോണ വഴിക്കാണ് കേട്ടോ നമ്മളൊരു ഉമ്മൻചാണ്ടി പാർക്ക് കണ്ടത്. അപ്പോൾ വേറെ ഒന്നും നോക്കില്ല, ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ മുകളിലും കൊണ്ട് വരികയല്ല, അപ്പോൾ അവർക്കൊന്ന് റിലാക്സ് ആവാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കയറിയത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവിടെ അങ്ങനെ വലിയ തിരക്കായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോരുത്തരോട് വർത്തമാനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് പുഴൻ്റെ വക്കത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് 2-3 കുട്ടികളുണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ചൂടത്ത് നമുക്ക് ബെസ്റ്റാണ് ഇവിടെ വന്ന് കാറ്റുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളത് അവിടെ എത്തിയത് ഇതായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ചുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ മോള് ഇതങ്ങനെ ആദ്യമായിട്ട് കാണല്ലേ, അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതവിടെ മുന്നിൽ തന്നെ പുഴയാണ് വരുന്നത്. അപ്പോൾ കാണാൻ നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ കാര്യങ്ങളായിട്ടൊന്നും ഇവിടെ ഇല്ല. ഓടിക്കളിക്കുക അത്രമാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് അവിടെ ഇരിക്കുക, പിന്നെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പറയുക വൈബായിട്ടിരിക്കുക അത്രമാത്രം. രാത്രി കണ്ടിട്ട് അവിടെ രസം കാണാൻ വേണ്ടിയിട്ട്. പകൽ അത്ര വലിയ രസം ഉണ്ടാവാൻ വഴി ഉണ്ടാവില്ല. ഞങ്ങൾ പകലിവിടെ വന്നിട്ടില്ല, ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. മോളിതാ അവളുടെ ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓൾക്ക് എവിടെ പോയാലും ഓള് സെറ്റാണ്. അവിടെ പെട്ടെന്ന് ഇങ്കിളാവും, അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ്. പെട്ടെന്ന് ഡാൻസും പാട്ടും അതുപോലെ തന്നെ ഓളിതാ ചാടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഓളുടെ അച്ഛനും ഓളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അച്ഛനും ഓളുടെ കൂടെ ഇങ്ങനെ കളിച്ചോളും. അതുപോലെ തന്നെ ഓളുടെ എല്ലാത്തിനും എല്ലാ വിക്രസിനും കൂട്ടി നിൽക്കുന്ന ഒരാളാണ് കേട്ടോ ഓളുടെ അച്ഛൻ. എന്നെ വലിയ പിടുത്തില്ല, കാരണം ഓളെന്നെ വികൃതി കാട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചീത്ത പറയും, ഞാൻ അടിക്കുക. അതുകൊണ്ട് ഓളെ എൻ്റെ അടുത്ത് അങ്ങനെ കളിക്കാനായിട്ടൊന്നും വരില്ല. അച്ഛൻ്റെ അടുത്ത് എല്ലാ വിക്രസും ഒപ്പിക്കും. അങ്ങനെ കളിച്ചോളും, അച്ഛൻ്റെ കൂടെ അങ്ങനെ നിന്നോളും. കുറച്ച് നേരം നിന്ന് കാലുവേദനയായപ്പോൾ അത് അമ്മയും അച്ചുട്ടിയും മരത്തിൻ്റെ ചൂട്ടിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏട്ടൻ്റെയും മോളുടെയും കളിയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വരുന്നതാണ് കേട്ടോ ഫറൂഖ് പാലം. ഈ പുഴൻ്റെ സൈഡിൽ നിന്ന് ആ പാലം കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ രാത്രി. മോള് ഏട്ടനും കൂടി പാലം നോക്കി നിൽക്കുകയാണ്. അപ്പം ഞാനും വെച്ചിട്ട് അവിടെ നിന്ന് മെല്ലെ വന്നത് സ്റ്റേജിന് മേലെ ഇരുന്നിട്ട് ഞങ്ങൾ ഈ പാലം ആസ്വദിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ അമ്മയും വരുന്നുണ്ട്. അവൾ മുത്തപ്പൻ്റെ പാട്ട് നന്നായിട്ട് പാടും കേട്ടോ. അപ്പോൾ ആ പാടിയിൽ ഓള് വെള്ളാട്ട് എന്നല്ല പറയാം, വെള്ളാക്ക് എന്നാണ് പറയാം. അപ്പോൾ അച്ചുട്ടി അത് തിരുത്തിയിട്ട് വെള്ളാട്ട് നാക്കി കൊടുത്തു. അപ്പോൾ അവൾ വെള്ളാട്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഏതായിരുന്നു ഇഷ്ടമല്ല, കാരണം അവളുടെ പ്രായത്തിൽ അവൾ ഇപ്പോഴേ പറയുന്ന വാക്കല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതേടം പറയും വെള്ളാക്കെന്ന് പറഞ്ഞാൽ മതി, വെള്ളാട്ട് പറയണ്ട എന്ന് ഓൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട. അപ്പോൾ അച്ചുട്ടി പറയും വേണ്ട, അങ്ങനെ വേണ്ട, വെള്ളാട്ടെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പണ്ട് രണ്ടാം ഇങ്ങനെ തർക്കത്തിലാണ്. അതിൻ്റെ ഇടയ്ക്കുള്ളിങ്ങനെ പാടുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അവളത് അപ്പോഴേക്കും ഇവിടുത്തെ കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് ഇങ്കിളായി അവരോട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് കളിച്ച് ക്ഷീണിച്ചപ്പോൾ ഓൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഓള് വീട്ടിലേക്ക് പോവാ, നമുക്ക് ബിരിയാണി തിന്നാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇവിടുത്തെ ഈ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഞങ്ങളപ്പോൾ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ സൈഡിലായിട്ട് സ്റ്റെപ്പ് വരുന്ന മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മേലേക്ക് കയറാം കേട്ടോ. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. വരുമ്പോഴേക്കും അച്ചുട്ടി സ്ഥലം പിടിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓർഡറൊക്കെ എടുക്കാൻ വേണ്ടി വന്ന് നമുക്കിതാ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നമ്മൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോൾക്ക് പ്ലേറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അവൾക്ക് ആ ഒരു പ്ലേറ്റ് കിട്ടിയപ്പോൾ ഓളുടെ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയാണ്.
ഫുഡൊക്കെ കിട്ടി. പക്ഷേ ഫുഡ് കിട്ടാൻ ഭയങ്കരമായിട്ട് ലേറ്റായി. വിശന്നിട്ടാണെങ്കിൽ തീരെ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഫുഡ് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മോള് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ ഇതാ ഒരു ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അതൊക്കെ തിന്ന് നിർത്തുകയാണ്. അതിനിടയ്ക്ക് മോള് ഇതാ വെജിറ്റബിൾ തിന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ മയോണൈസ് ഓള് ഇതാ തിന്നുകൊണ്ടിരിക്കുകയാണ്. വിശന്നിട്ടാണ്. അങ്ങനെ ഇതാ കാത്തിരിപ്പിനൊടുവിൽ ഇതാ നമ്മുടെ മന്തി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഫുഡ് എത്തിയതും വേഗം വിളമ്പാൻ തിന്നുക, അത്രമാത്രമുള്ള വിചാരം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഞങ്ങളിതാ വിളമ്പാണ്. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷമൊക്കെ കാണാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് അവൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും ഡാൻസ് തുടങ്ങി. അവൾ അത്യാവശ്യം ചോറ് ഓളന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് ചോറ് തിന്നത്. ആദ്യമായിട്ടവൾ ചോറ് തിന്നത് അത്യാവശ്യം ചോറ് തിന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ തീറ്റി കൊടുക്കല പതിവ്. ഇപ്പോൾ മാക്സിമം അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. ഇതാ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, വീട്ടിലേക്ക് പോവുക, സുഖമായി കിടന്നുറങ്ങുക, അത്രമാത്രം വിചാരമുള്ളൂ. അവളോട് 7up തരുമോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണിത്. ഇപ്പോൾ സമയം 10:30 അപ്പം നമ്മൾ മുട്ടക്കറിക്കുള്ള നാളെ രാവിലെ അപ്പത്തിനുള്ള മുട്ടക്കറിക്കുള്ള മുട്ടയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.